ഈ പുഴയും കടന്ന് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. രാത്രി വഴിയിൽ വെച്ച് കാവേരി നിവിനെ കാണുന്നുണ്ട്. ആ സമയത്ത് നിവിന് കാവേരിയോട് പറയുന്നുണ്ട്, ഞാൻ കാവേരിയെ കാണാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ എനിക്ക് പറ്റിയില്ല. ഞാൻ വിനീതനോട് പറഞ്ഞതാണ് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് വിനീതും പറഞ്ഞില്ല നിങ്ങൾ എവിടെയാണെന്ന്. ഇപ്പോൾ കണ്ടത് നന്നായി എന്ന് പറയാണ്. ആ സമയത്ത് കാവേരി ഇങ്ങനെ കരയുമായിരിക്കും. അങ്ങനെ വിനീത് പറയുന്നുണ്ട് കാവേരിയോട് കരയൊന്നും വേണ്ട. ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നിവിന് കാവേരിയോട് ഇഷ്ടം തുറന്ന് പറഞ്ഞതൊക്കെ. പിന്നീട് അവർ എല്ലായിടത്തോട്ടേക്കും പോയതെല്ലാം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കാവേരി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. നിവിൻ പറയും, എനിക്കൊരു വണ്ടി ആക്സിഡൻ്റ് ആവാൻ നിന്നു, എന്നെ വണ്ടി വന്ന് കുത്തി, പക്ഷെ ഞാൻ മരിച്ചു പോയതൊന്നുമില്ല. നീ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ മരിച്ചു പോകുന്നത്? എല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ കാവേരി പൊട്ടിക്കരയുകയായിരിക്കും. കാവേരി കരയുന്നത് കാണുമ്പോൾ നിവിൻ പറയും, കരയല്ലേ കാവേരി. നിവിൻ പറയും, എന്നെ കണ്ടപാട് നീ എന്തിനാ കരയുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്. എൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചോ? ഒരു നിമിഷം പോലും നിന്നെ കാണാതിരിക്കാൻ എനിക്ക് വയ്യ. ഇവിടെ നോക്കിയാലും നിന്റെ മുഖം മാത്രമാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് പൊട്ടിക്കരയാണ് കാവേരി. അങ്ങനെ നിവിൻ പറയുന്നുണ്ട്, കരയല്ലേ കാവേരി. അമ്മയ്ക്ക് കല്യാണം മുടങ്ങിയതിൽ വലിയ അപമാനമായി എന്ന് പറയുന്നു. പക്ഷേ എനിക്ക് കല്യാണം മുടങ്ങിയതിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഉണ്ടായത്. എപ്പോഴും കരയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നിവിന്. നിവിൻ പറയും, നീ എവിടെയാണെങ്കിലും നിന്നെ ഞാൻ പൊന്നെ പോലെ നോക്കും. നീ എവിടെയാണെങ്കിലും ഇനി നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും നിന്നെ ഞാൻ നല്ലതുപോലെ നോക്കും. നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് പറയണേ. ആ സമയത്ത് ഇത് കേൾക്കുന്ന കാവേരി ഇങ്ങനെ നെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് കല്യാണം കഴിക്കാം, എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം കഴിക്കണം. നീ ഇല്ലാതെ എനിക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ല. നിന്റെയും നിന്റെ കുടുംബത്തോടെയും കൂടെ നിൽക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നീ ഒന്ന് ചിരിക്ക് എന്ന് പറയാണ് നിവിന്. ആ സമയത്തും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാവേരി. പിന്നെ നിനക്കൊരു അറിയാത്തൊരു കാര്യമുണ്ട്. അന്ന് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ചാരുലത പോലീസ്, അത് എൻ്റെ ഫ്രണ്ടാണ്. സമയത്ത് കാവേരിയെ അന്വേഷിച്ചുകൊണ്ട് നരൻ വരുന്ന കാറിൽ എല്ലായിടത്തും തിരയുകയായിരിക്കും. അവൾ കല്യാണം കഴിച്ച് പണവുമായി മുങ്ങിയോ എന്ന് കരുതി നിൽക്കുകയാണ് നരൻ. ആ സമയത്ത് കാവേരിയെ ഇടിക്കാൻ വേണ്ടി ഒരു ബൈക്ക് വരും. നിവിൻ കാവേരിയെ റോട്ടിൽ നിന്നും പിടിച്ച് മാറ്റുന്നുണ്ട്. ആ സമയത്ത് കാവേരിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി നിവിൻ കാണുന്നുണ്ട്. അങ്ങനെ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ നെട്ടി നിൽക്കുകയാണ് നിവിൻ. കാവേരി താലിമാല ഇങ്ങനെ മറച്ച് വെക്കുന്നുണ്ട്. ആ സമയത്ത് നിവിൻ ചോദിക്കും, ഇതെന്താണ്, ഇത് താലിയല്ലേ ചോദിക്കുകയാണ്. അങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കാവേരി. എന്നെ പറ്റിക്കാനും വേണ്ടിയിട്ട് നീ ഇത് കഴുത്തിൽ ഇട്ടതല്ലേ ചോദിക്കുകയാണ് നിവിന്. എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് ഇത് ഇട്ടിട്ട് എൻ്റെ അടുത്തോട്ടേക്ക് വന്നതല്ലേ, എപ്പോഴാണ് നീ ഇതൊക്കെ കഴുത്തിലിട്ടത്? ഞാനതൊന്നും കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയണേ നിവിന്. സത്യം പറ, ഇത് എന്നെ പറ്റിക്കുകയല്ലേ? കാവേരി പറയും, എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന്. ആ സമയത്ത് നിവിൻ പറയും, വെറുതെ ഓരോന്ന് പറയല്ലേ കാവേരി. എപ്പോൾ നിന്റെ കല്യാണം കഴിഞ്ഞു? കാവേരി പറയും, ഇന്ന് കാലത്ത് രാവിലെ എൻ്റെ കല്യാണം കഴിഞ്ഞു. നിവിൻ പറയും, എന്നെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ച് ഒഴിവാക്കാൻ പറ്റുമെന്ന് നീ നോക്കണ്ട. ഞാൻ നിന്നോട് ചെയ്തതിന് നീ എന്നോട് ചെയ്യുകയാണോ ചോദിക്കണേ. ആ സമയത്ത് കാവേരി പറയും, അല്ല, എൻ്റെ കല്യാണം കഴിഞ്ഞു. ദേഷ്യത്തിൽ കരഞ്ഞുകൊണ്ട് കാവേരി പറയും, എൻ്റെ കല്യാണം കഴിഞ്ഞു, പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന്. ഇത് കേൾക്കുന്ന നിവിന് പൊട്ടിക്കരയാണ്. ആ സമയത്ത് അവിടെ നിന്നും കാവേരി പോകാൻ നിൽക്കും. നിവിൻ പറയും, പോകല്ലേ, നിനക്ക് എന്താ ആദ്യമേ എന്നോട് പറഞ്ഞൂടായിരുന്നോ ഇതെല്ലാം എന്ന് പറയുകയാണ്. അപ്പോഴും കാവേരി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കും. നിന്റെ വീട്ടുകാരെല്ലാവരും ചേർന്ന് നിന്നെ കല്യാണം കഴിപ്പിച്ചതാണോ? നിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ലേ? എൻ്റെ കല്യാണം കഴിഞ്ഞു, അതാണ് സത്യം. ഇനി അത് നിവിൻ അംഗീകരിക്കണം. കല്യാണം കഴിഞ്ഞ ഫോട്ടോസ് കാവേരി എടുത്ത് നിവിന് കാണിച്ചു കൊടുക്കും. ഇത് കാണുന്ന നിവിൻ പൊട്ടിക്കരയാണ്. ആ സമയത്താണ് അങ്ങോട്ട് നരൻ വരുന്നത്. അങ്ങനെ നരൻ കാവേരിയോട് ചോദിക്കും, നീ എവിടെ പോയി കിടക്കുകയായിരുന്നടി, പോയി വണ്ടിയിൽ കയറടി എന്ന് പറയും. അങ്ങനെ കാവേരി വണ്ടിയിൽ പോയി കയറും. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.